ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, സുവിശേഷീകരണം ആധുനിക യുഗത്തിൽ വളരെയധികം പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്നതായ ഈ അവസരത്തിൽ മീഡിയയിലൂടെയുള്ള സുവിശേഷീകരണത്തിൽ നമുക്കും ഒരു ഭാഗവാക്കായി തീരുവാൻ ദൈവം ഇടയാക്കിയതിനാൽ മുന്നമേ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. വിശുദ്ധ കന്യാമറിയാമിലൂടെ ദൈവത്തിൻ്റെ മാലാഖയുടെ അറിയിപ്പിനാൽ ഈ ലോകത്തിലേക്ക് ദൈവപുത്രനെ അയക്കുമെന്നും അവൻ ഈ ലോകത്തിൽ മനുഷ്യകുലത്തിൻ്റെ പാപത്തെ അകറ്റി സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടർത്തി ദൈവിക അംശത്തിലേക്ക് നമ്മെ മാറ്റുന്നതായ അവസ്ഥയ്ക്കാണല്ലോ മനുഷ്യാവതാര രഹസ്യമെന്ന് പറയുന്നത്. ഈ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ പൂർത്തീകരണമാണ് കാൽവറിയിലെ ക്രൂശ്. ആ ക്രൂശിനെ മനുഷ്യ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന വഴിയാണ് സുവിശേഷീകരണം. കാൽവറിയിലെ ക്രൂശിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ആ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതാണല്ലോ സദ്വാർത്ത. ആ സദ്വാർത്ത മലങ്കര TV-യിലൂടെ അനേകരെ ദൈവത്വങ്കിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് നമ്മുടെയും സദ്വാർത്ത. ഈ ലോകത്തിൽ കാണുന്നത് എല്ലാം അഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം ഒരിക്കലും അഴിഞ്ഞു പോകുകയില്ല. ഈ തിരുവചനം മുൻനിർത്തിക്കൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ, ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ദൈവിക കൃപകളും അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം കേൾവി മുഖാന്തരം നിങ്ങളെ ദൈവം 30, 60, 100 മേനിയായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സത്യവചനത്തിൽ നമ്മോടൊപ്പം ഉള്ളത് ഇത്രയും ബഹുമാനപ്പെട്ട തോമസ് പള്ളിയാമ്പലച്ചനാണ്. ഈ തിരുവചനം ശ്രവിച്ചുകൊണ്ട് നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. എല്ലാവിധമായ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം നമ്മിൽ ചൊരിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ച് നമുക്ക് തിരുവചനത്തിലേക്ക് കടക്കാം. പഴയ നിയമത്തിലെ വിളിയും പുതിയ നിയമത്തിലെ വിളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ ജനത്തിനും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥനായി നിന്നുകൊണ്ട് ജനത്തിന്റെ പാപത്തിന് പരിഹാരകർമ്മം നിർവഹിക്കാൻ, യാഗങ്ങൾ അർപ്പിക്കുവാനും ഈ ജനത്തിന്റെ വേദനകളും ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ദൈവം ഈ ജനത്തോട് പറയുന്നത് അവരെ അറിയിക്കാനും വേണ്ടിയായിരുന്നു. ദൈവിക നിയമങ്ങൾ അനുസരിച്ച് ദൈവമക്കൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കി ജനത്തെ പഠിപ്പിക്കുക പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ ചുമതലയായി. ഭൗതികവും ആത്മീയവുമായ ഒത്തിരി വിഷയത്തിൽ ദൈവിക നിയമങ്ങളെ ജനത്തിന് ബോധ്യപ്പെടുത്തുക പുരോഹിതന്റെ ചുമതലയായി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രിയമുള്ളവരെ, ആ വിളി കുറെ കൂടെ വളരുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും. യേശു മലയുടെ മുകളിൽ കയറി തനിക്ക് ബോധിച്ചവരെ, തനിക്ക് ഇഷ്ടമുള്ളവരെ, തന്റെ സ്വഭാവത്തോട് ചേരുന്നവരെ, തന്റെ മനസ്സിനിണങ്ങിയവരെ അവൻ വിളിച്ചു. എന്തിനാണ്? 3 കാര്യങ്ങൾക്ക്. 1, തന്നോട് കൂടെ ആയിരിക്കണം. 2, പ്രസംഗിക്കാൻ അവർ അയക്കപ്പെടണം. 3, പിശാചുകളെ പുറത്താക്കാനുള്ള അധികാരം അവർക്ക് നൽകപ്പെടണം. 3 കാര്യങ്ങൾക്ക് വേണ്ടി യേശു അപ്പോസ്തലന്മാരെ വിളിച്ചത്. തന്നോട് കൂടെ ആയിരിക്കണം. ഒരു പുരോഹിതൻ വിളിച്ചവന്റെ കൂടെ ഇരിക്കാൻ സമയം ദിവസത്തിൽ മാറ്റിവെക്കണം. ജോലിക്കും കുടുംബത്തിനും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കൊക്കെ സമയം മാറ്റിവെക്കുന്ന, പക്ഷേ ഒരു പുരോഹിതൻ തന്നെ വിളിച്ചവന്റെ അടുത്ത് അല്പസമയം ശാന്തമായിരിക്കാൻ സമയം മാറ്റിവെക്കാത്തതാണ് നമ്മിൽ പലരുടെയും ശുശ്രൂഷയിൽ
ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം വേണ്ട രീതിയിൽ നടക്കാതെ വരുന്നതെന്ന് നാം തിരിച്ചറിയും. പല മേഖലകളിൽ നാം പരാജിതരാകുന്നതിൻ്റെയും കാരണം മറ്റൊന്നല്ല, നാം ദൈവനുച്ചത്തിൽ തന്നെ പഠിക്കും. യേശുവിനോട് കൂടെ വിളി കിട്ടിയ ആൾ. 2, അവൻ വിളിച്ചത് പ്രസംഗിക്കാൻ വേണ്ടിയാണ്. ആരെയാ പ്രസംഗിക്കേണ്ടത്? യേശുവിനെ. കൊരിന്ത്യർക്കെതിരെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രഘോഷിക്കുന്നു. ലോകത്തിന് യേശുവിനെ കൊടുക്കാനാണ് ദൈവം പുരോഹിതനെ വേർതിരിച്ചത്. പ്രസംഗത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും മനോഭാവങ്ങളിലൂടെ ശുശ്രൂഷകളിലൂടെ യേശുവിനെ വേദനിക്കുന്നവർക്ക് കൊടുക്കാനാണ് കർത്താവ് പുരോഹിതനെ വേർതിരിച്ചത്. ഇന്ന് ലോകത്തിന് യേശുവിനെ ഏത് കാലത്തേക്കാളും അധികം ആവശ്യമുള്ള ഒരു സമയത്തൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, മദ്യത്തിന് അടിമകളായവർ, മ്ലേച്ഛ ജീവിതത്തിന് അടിമകളായവർ, രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ കരയുന്നവർ, ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ എങ്ങനടിക്കുന്നവർ, മുന്നോട്ട് പോകേണ്ട വഴികൾ തിരിച്ചറിയാതിരിക്കുന്നവർ, ഇവരൊക്കെ നിലവിളിക്കുക. ആർക്കു വേണ്ടി? യേശുവിന് വേണ്ടി, ഒരു രക്ഷകന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി, വിടുതലിന്റെ മാർഗത്തിന് വേണ്ടി. ഈ ജനം ഇരുന്ന് കരയുമ്പോൾ, ലോകത്തിലെ മക്കളിൽ നിന്ന് നിലവിളിക്കുമ്പോൾ യേശുവിനെ കൊടുക്കേണ്ടത് ഒരു പുരോഹിതന്റെ ചുമതലയാണ്. യേശുവിന്റെ ദൗത്യം എന്താണ്? യേശുവിന്റെ സ്നേഹം എന്താണ്? യേശുവിന്റെ കരുണ എന്താണ്? യേശുവിന്റെ വിടുതൽ എന്താണ്? യേശുവിന്റെ സൗഖ്യം എന്താണ്? യേശുവിന്റെ മാർഗദർശകത്വം എന്താണ്? അത് വേദനിക്കുന്നവർക്ക് കൊടുക്കേണ്ടത് ഒരു പുരോഹിതന്റെ ചുമതലയാണ്. യേശുവിനെ പ്രഘോഷിക്കണം, യേശുവിനെ പ്രസംഗിക്കണം. യേശു ആരാണ്? അവന്റെ വ്യക്തിത്വത്തിന്റെ മഹത്വം എന്താണ്? യേശു എന്താണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഇത് വിശ്വാസി സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് പുരോഹിതന്റെ ചുമതല. ഈ മേഖലയിൽ നമുക്കൊത്തിരി മുന്നേറേണ്ടിയിരിക്കും. പ്രിയമുള്ളവരെ, യേശുവിനെ കൊടുത്താൽ ഈ ജനം സംതൃപ്തരാണ്. വൈദികരെ മാനിക്കും, ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടും, പിശാചിന്റെ പിടിയിൽ നിന്ന് അനേകർക്ക് മോചനം ഉണ്ടാകും. യേശുവിനെ കൊടുക്കാൻ നമുക്ക് കഴിയണം. വിളിയതാണ്. യേശുവിനെ പ്രസംഗത്തിലൂടെ നമുക്ക് വരച്ചു കാട്ടാൻ കഴിയണം. പ്രിയമുള്ളവരെ, അതിനു വേണ്ടി നമുക്കൊത്തിരി പഠിക്കേണ്ടിയിരിക്കുന്നു, സമയം മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു, ത്യാഗം സഹിക്കേണ്ടിയിരിക്കുന്നു. വിളിയതാണ്. 3-ാമത്തേത്, പിശാചുക്കളെ പുറത്താക്കാനുള്ള അധികാരം കൊടുക്കാൻ വേണ്ടി. പിശാചുക്കൾ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ ചിലർക്ക് ഇന്ന് സംശയമാണ്. എന്നാൽ പിശാചിനെ ആരാധിക്കുന്ന സമൂഹങ്ങൾ ഈ അമേരിക്കയിലും ഇന്ന് ഇന്ത്യയിലും തിരുവനന്തപുരത്തും എറണാകുളത്തും കോട്ടയത്തും ഒക്കെ ധാരാളം ഉണ്ട് എന്നത് നാം പലപ്പോഴും മറന്നു പോവുകയാണ്. ദൈവമുണ്ടെങ്കിൽ അവന്റെ എതിരാളിയായ സാത്താനുണ്ട്. വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട്, സത്യമുണ്ടെങ്കിൽ അസത്യമുണ്ട്. അതൊരു സ്വാഭാവിക അവസ്ഥയാണ്. പ്രിയ സഹോദരങ്ങളെ, അനേകർ അത് അറിയുന്നു. അശുദ്ധമായ ആത്മാക്കൾ തിന്മയിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കാറുണ്ട്. അധികാരമില്ല, ചാൻസ് കിട്ടിയാൽ അവൻ കീഴടക്കും എന്നത് മാത്രം. അനുവാദം കിട്ടിയാൽ, വാതിൽ തുറന്നു കിട്ടിയാൽ, അശുദ്ധി എവിടെ കിട്ടിയാൽ അവിടെ പിശാച് കടന്നു വരുമെന്ന് ദൈവമക്കൾ അറിയാം. പ്രിയമുള്ളവരെ, എവിടെ വിശുദ്ധിയുണ്ട് അവിടെ ദൈവമുണ്ട്, എവിടെ അശുദ്ധിയുണ്ട് അവിടെ ദുഷ്ടനായ പിശാചുണ്ട്. അതുകൊണ്ട് ശരീരത്തിന്റെ തലത്തിലും മനസ്സിന്റെ തലത്തിലും ആത്മാവിന്റെ തലത്തിലും ദൈവമക്കൾ വിശുദ്ധരായി ജീവിക്കണമെന്ന് കർത്താവ് അപ്പോസ്തലന്മാരും സഭാപിതാക്കന്മാരും പഠിപ്പിച്ചത്. പിശാചിനെ ഉള്ളിലേക്ക് കയറ്റാതിരിക്കും. എന്നാൽ ഏതെങ്കിലും കാരണത്താൽ പിശാച് കടന്നു വന്നാൽ പുറത്താക്കാനുള്ള അധികാരം ദൈവം തന്നെ അപ്പോസ്തലന്മാർക്കും പുരോഹിതന്മാർക്കും കൊടുത്തിരിക്കുന്നു. ഇപ്പോഴത്തെ കത്തോലിക്കാ സഭയുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ
അശുദ്ധാത്മ ബാധിതനായ മനുഷ്യനെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മനുഷ്യൻ പെട്ടെന്ന് ബോധം കണ്ട് താഴെ വീണു. പ്രിയമുള്ളവര്, ആ സംഭവത്തെ തുടർന്ന് ചില ആളുകൾ ഇങ്ങനെ മാധ്യമങ്ങളിൽ എഴുതി, ഏതായാലും മാർപ്പാപ്പ പരസ്യമായി അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. പ്രിയമുള്ളവർ, ഇത് എഴുതിയ മനുഷ്യന് മനസ്സിലായില്ല, ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ അല്ല ചെയ്തത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ മഹാപുരോഹിതനിലൂടെ ചെയ്തൊരു ശുശ്രൂഷയാണ്. മനുഷ്യന്റെ സർട്ടിഫിക്കറ്റും മനുഷ്യന്റെ അംഗീകാരവും മേടിച്ചിട്ടല്ല ദൈവം തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മനുഷ്യനാണ്. പ്രിയ സഹോദരങ്ങളെ, അനേക ധ്യാന കേന്ദ്രങ്ങളിൽ, പ്രാർത്ഥനാ ജീവിതങ്ങൾ, അനേക വൈദികരുടെ മുമ്പിൽ അശുദ്ധാത്മ ബാധിതരായ അനേക ആളുകൾ ഇന്നും മറിഞ്ഞു വീഴുകയോ സുബോധത്തിലേക്ക് മടങ്ങുകയോ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനയുടെ ശക്തിയിലൂടെ, ഉപവാസത്തിലൂടെ, ഏകാന്ത തപസ്സിലൂടെ, ജീവനുള്ള ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നതിലൂടെ അവന്റെ ശക്തി എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് പുരോഹിതന്റെ ചുമതലയാണ്. അപ്പോസ്തലന്മാർ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചപ്പോൾ ഭൂതങ്ങൾ ഇറങ്ങിപ്പോയി. ഇന്നും നമ്മുടെ സഭയിൽ നടക്കുന്നുണ്ട്, അനേക ക്രൈസ്തവ സഭകളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു പുരോഹിതന്റെ ശുശ്രൂഷ അശുദ്ധന്മാരായവരെ വിശുദ്ധരാക്കി മാറ്റുക, അശുദ്ധാത്മാവ് പിടിച്ചവരെ സ്വതന്ത്രരായിട്ടേക്കുക, സാത്താനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് യാക്കോബ് ശ്ലീഹ അതുകൊണ്ടാണ് എഴുതിയത്. ഓടിച്ചു കളയാനുള്ള അധികാരം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചു നേടേണ്ടതാണ്. കർത്താവ് പുതിയ നിയമത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് മനുഷ്യാത്മാക്കളെ പിടിക്കാനാണ് പുരോഹിതനെ വിളിച്ചത്. പത്രോസിനോട് യേശു പറഞ്ഞില്ലേ, മീൻപിടുത്തം നിർത്ത്, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. പിതാവിന്റെ രാജ്യത്തിലേക്ക് മനുഷ്യരെ പിടിച്ചാക്കാനാണ് പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആത്മാക്കളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക, അതാണ് വിളികിട്ടിയ പുരോഹിതൻ തിരിച്ചറിയേണ്ട കാര്യം. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ആണ് നമ്മെ വിളിച്ചത്, ദൈവത്തിന്റെ ഇഷ്ടമാണ് നാം ചെയ്യേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം വിളിച്ചത് എന്തിനാണെന്ന് അറിഞ്ഞ് നാം 3 കാര്യങ്ങൾ ചെയ്യണം. അതാണ് പറ്റും. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ ഈ ആശയം എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ വിളിക്ക് യോഗ്യമാവണ്ണം നിങ്ങൾ പ്രവർത്തിക്കുകയും സുബോധത്തോടെ പെരുമാറും. വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായ തരത്തിൽ നാം പ്രതികരിക്കണം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, വിളിച്ച കർത്താവിൻ്റെ വിളിയുടെ മഹത്വം അറിഞ്ഞു വേണം പുരോഹിതൻ ചെയ്യാൻ. ഞാൻ ഓർപ്പിച്ചു, ദൈവമാണ് നമ്മളെ വിളിച്ചത്. പ്രിയമുള്ള, ദൈവം വിളിച്ചെങ്കിൽ വിളിച്ച ആൾ ആരാണെന്ന് നാം തിരിച്ചറിയണം. വിളിച്ചത് സാധാരണ മനുഷ്യനല്ല, ഭൂമിയിലെ അധികാരിയല്ല, പിന്നെ അഗ്നിസ്തംഭമായ ദൈവമാണ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. എബ്രായ ലേഖനം 12:29 നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഒരു നിമിഷം കൊണ്ട് പ്രപഞ്ചത്തെ ഭസ്മമാക്കാൻ കഴിവുള്ള അതിതേജോമയനായ ഒരു തേജോബിംബം. മോശയുടെ ദൈവദർശനത്തെ കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ഈ ദൈവം. മോശ ദൈവത്തെ ആദ്യം കണ്ടത് കത്തുന്ന മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് സിൽഖാന്റെ ശബ്ദം. മോശ ഞെട്ടിപ്പോയി. പ്രിയമുള്ളവരെ, സാധാരണ തീ മോശ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതാ വ്യത്യസ്തമായൊരു തീ. സാധാരണ തീ കത്തുന്നിടത്തെ എല്ലാ പച്ചപ്പുകളും പച്ചില സസ്യങ്ങളും വാടിപ്പോവും കരിയും. എന്നാൽ ഇവിടെ ഇതാ വ്യത്യസ്തമായൊരു തീ.
തീ വലിയ ജ്വാലയോടെ ഉയരത്തിലേക്ക് പൊങ്ങുന്നുണ്ട്. പക്ഷേ ആ തീജ്വാലയുടെ നടുവിൽ നിൽക്കുന്ന സസ്യത്തിന് ഇലകൾക്ക് ഒരു വാട്ടവുമില്ല. ഒരു പ്രത്യേകതരം തീയ, നമുക്ക് മനസ്സിലാക്കാത്ത ഒരു തീയ, പറ്റാത്തൊരു തീയ. പ്രിയമുള്ളവരെ, ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവമെന്ന് ഇപ്പൊ ചുരുക്കി പറയാൻ പറ്റും. ഒരു കാര്യം സത്യമാണ്, സൂര്യൻ ഉണ്ടാക്കിയ ദൈവം സൂര്യനേക്കാൾ 10,000 മടങ്ങ് തേജോമയനായിരിക്കും. 1000 സൂര്യന്മാർ ഒന്നിച്ചു നിന്നാലുള്ള തേജസ് ഉള്ളവനാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം, അഥവാ നമ്മൾ വിളിച്ച ദൈവം. 1 Timothy 6:15-16 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതുക: ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും ആർക്കും അടുത്തു കൂടാനാവാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും ആർക്കും കാണുവാൻ വഹിയാത്തവനുമായ ദൈവം എന്നാണ് ദൈവത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിളിച്ച ആളാരാണെന്ന് അറിയണം, വിളിച്ചവന്റെ മഹത്വം എന്താണെന്ന് അറിയണം. അപ്പോൾ ആ വിളിയുടെ മഹത്വം മനസ്സിലാകും. സാധാരണ വീട്ടിലെ അപ്പൻ വിളിക്കുന്നതും പ്രസിഡന്റ് വിളിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രിയമുള്ളവരെ, 5 ഭൂഖണ്ഡങ്ങളുടെ മേൽ അധികാരമുള്ള സ്വർഗത്തിലെ പ്രസിഡന്റ് വിളിച്ചത് ഒരു പുരോഹിതനെ. വിളിച്ചത് ദൈവമായതുകൊണ്ട് 3 കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്ന് പഠിച്ചു. ദൈവമാണ് എന്നെ വിളിച്ചത് എന്ന വലിയ ബോധ്യം ഉള്ളിൽ നാം നിറച്ചു വയ്ക്കണം. ദൈവം എന്നെ വിളിച്ചത് കൊണ്ട് എന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റേണ്ടത്. 3, ഞാൻ എന്നെ വിളിച്ച വിളിക്ക് യോഗ്യമാവണം ഞാൻ പ്രതികരിക്കണം. വിളിച്ചവന്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കണം. വിളിച്ച ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിഞ്ഞ് പ്രതികരിക്കണം. തന്നോട് കൂടെ ആയിരിക്കാൻ, പ്രസംഗിക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ. അതിനാ ദൈവം എന്നെ വിളിച്ചത്. വിളിച്ച വിളിക്ക് യോഗ്യമാവണം പ്രവർത്തിക്കാനായിട്ട് നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, ഈ വിളി കിട്ടിയത് എങ്ങനെയാണ്, എവിടെ വെച്ചാണെന്നാണ് ഇനി ചിലരുടെ സംശയം. പ്രിയമുള്ളവരെ, ഞാൻ പഠിച്ചെടുത്തോളാം, ഇന്ന് പുരോഹിതന്മാരാകുന്നവരിൽ നല്ല ശതമാനം ആളുകൾ തീരെ ചെറുപ്പത്തിൽ അവർ വള്ളിപ്പോയി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പുരോഹിതന്മാർ ചെയ്യുന്ന ശുശ്രൂഷകൾ കണ്ട് പഠിച്ചവരാണ്. അതിനൊരു താല്പര്യം എങ്ങനെയോ കിട്ടിയവരാണ്. എല്ലാ കുട്ടികൾക്കും കിട്ടാറില്ല. വീട്ടിൽ വന്ന് ചിരട്ട മുതിർന്നവരെ കൊണ്ട് കെട്ടിച്ച് ധൂപക്കുറ്റി പോലെ അകത്ത് തീയിട്ട് അട്ടിക്കൊണ്ട് ചെറുപ്പത്തിൽ നടന്ന പലരുമാ ഇന്ന് പുരോഹിതന്മാരായതെന്ന് അവര് പോലും മറന്നുപോയി. പ്രിയമുള്ളവരെ, എങ്ങനെയാ പ്രേരണ കിട്ടിയത്? ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗമാണ്, ഒരു പ്രേരണയാണ്. ഒരുപക്ഷെ നാം ഏതെങ്കിലും ആരാധനയിൽ പങ്കെടുത്തപ്പോഴാകാം പരിശുദ്ധാത്മാവുള്ളിൽ പ്രേരണ നൽകി. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വചന ശുശ്രൂഷയിൽ നാം പങ്കെടുത്തപ്പോഴാകാം, അല്ലെ ഒറ്റയ്ക്ക് വചനം പഠിച്ചിരുന്നപ്പോഴാകാം, അല്ലെ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിരുന്ന സമയത്താകാം, അതല്ലെങ്കിൽ ചില ജീവിത അനുഭവങ്ങൾ നൽകിയ പാഠങ്ങളിലൂടെ ആകാം പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെട്ടത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഈ വിളി നമ്മുടെ ഉള്ളിൽ നൽകിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. സമയം പലർക്കും കൃത്യമായി അറിയത്തില്ല, എന്നാൽ ചിലർക്ക് അറിയാം. വിളി നടത്തിയത് ദൈവമാണെങ്കിലും പ്രിയ സഹോദരങ്ങളെ, ഈ വിളി ലഭിച്ച സമയം കൃത്യം നമുക്കറിയില്ല. എങ്കിലും അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും, മനസ്സിലാക്കാൻ, ഉറപ്പാക്കാൻ കഴിയും. കാരണം അനേകർക്കില്ലാത്തൊരു വിളിയായി, അനേകരുടെ ഉള്ളിൽ തോന്നാത്തൊരു ചിന്തയായി, ഒരു പ്രേരണയായി. പ്രിയമുള്ള ദൈവമാണ് ഒരു പുരോഹിതനെ വിളിച്ചു വേർതിരിച്ചത്. അതുകൊണ്ട് നാം ഈ ക്ലാസ്സിലൂടെ
3 തരം കാര്യങ്ങൾ പ്രിയ സഹോദരങ്ങളെ, 4 കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ചുരുക്കി പറയട്ടെ. 1, the priesthood is purely a divine calling. പൗരോഹിത്യ പദവി എന്ന് പറയുന്നത് അത് പൂർണ്ണമായും ഒരു ദൈവിക വിളിയാണ്. ഇറ്റ്സ് പ്യുവർലി എ ഡിവൈൻ കോളിംഗ്, നോട്ട് എ സെൽഫ് ചോസൺ വൺ. സ്വയമായിട്ട് ലഭിച്ചതല്ല ഈ പദവി എന്നത്. പദവിയിലിരിക്കുന്നവരും അവരിലൂടെ അനുഗ്രഹം കിട്ടാൻ ആഗ്രഹിക്കുന്നവരും മനസ്സിലാക്കണം. എബ്രായർ 5:4 യേശു ക്രിസ്തുവിനെ പോലെ വിളിക്കപ്പെട്ടവനല്ലാതെ ആരും ഈ സ്ഥാനം സ്വയം ഏറ്റെടുക്കുന്നില്ല. ഒരു പുരോഹിതനും ഈ സ്ഥാനം സ്വയം ഏറ്റെടുക്കുന്നില്ല. ദൈവമാണ് വിളിച്ചത്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 15:16 നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. ദൈവമാണ് പുരോഹിതന്മാരെ തെരഞ്ഞെടുത്തത്. 2, ഇറ്റ് ഈസ് പ്യുവർലി എ ഡിവൈൻ ഗിഫ്റ്റ്. ഇത് പൂർണ്ണമായും ഒരു ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ ആരുടെയും സ്പെഷ്യൽ യോഗ്യതയോ റെക്കമെൻഡേഷനോ എന്തെങ്കിലും നോക്കിയിട്ട് ലഭിച്ചതല്ല. സംഖ്യാപുസ്തകം 18:7 നാം അത് വായിക്കുന്നത്. I have given you the gift of priesthood. പൗരോഹിത്യം ഞാൻ നിങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്നു. പുരോഹിതന്മാരായിരിക്കുന്നവരറിയാം, ഇത് ദൈവത്തിൻ്റെ ഒരു ദാനം. എൻ്റെ ഡിഗ്രി കണ്ടിട്ട് സൗന്ദര്യം നോക്കിയിട്ടല്ല എൻ്റെ ദൈവം എനിക്ക് ദാനം. ഇത് അതിതേജോമയനായ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞനും സർവവും അറിയുന്നവരുമായ പ്രപഞ്ച സൃഷ്ടാവ് ദാനമായിട്ട് ഈ ബലഹീനന് നൽകിയതാണ് ഈ പൗരോഹിത്യ പദവി എന്നത് നാം തിരിച്ചറിയുന്നു. 3, this calling we got from the very beginning of our life, say from the womb of our mothers. We all got the calling of a priest from the very beginning of the birth. പ്രിയ സഹോദരങ്ങളെ, ഇത് സത്യം അനേകർ തിരിച്ചറിയുന്നില്ല. എൻ്റെ ജന്മം മുതലേ, ജനനം മുതലേ, അഥവാ മാതാവിന്റെ ഗർഭത്തിൽ ഞാൻ ആയിരുന്ന സമയം മുതലേ എൻ്റെ ദൈവം എന്നെ വിളിച്ചതാണ്. അത് പ്രിയ സഹോദരങ്ങളെ, യെശയ്യാവിന്റെ പ്രവചനം 49-ാം അധ്യായം 1-5 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും. യഹോവ എന്നെ ഗർഭം മുതലേ വിളിച്ചു, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എന്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു. 5-ാം വാക്യത്തിൽ ഇസ്രായേലിനെ തനിക്ക് വേണ്ടി ശേഖരിപ്പാനായി എന്നെ ഗർഭത്തിൽ തന്റെ ദാസനായി നിർമ്മിച്ച യഹോവ അരുളിച്ചു. എന്റെ അമ്മച്ചിയുടെ ഗർഭത്തിൽ കിടന്നപ്പോൾ എന്റെ ദൈവം എന്നെ പേര് ചൊല്ലി വിളിച്ചു വേർതിരിച്ചതാണ്. എന്നെ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചതാണെന്ന് അദ്ദേഹം പറയുക. രമ്യ 1:5 നാം തന്നെ വായിക്കും. രമ്യ പ്രവചനം പ്രിയ സഹോദരങ്ങൾ, അദ്ദേഹം പ്രവാചക ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ ഒഴിയുവാനായിട്ട്, മാറി നിൽക്കാനായിട്ട് ചില ന്യായീകരണമൊക്കെ പറയുമ്പോൾ ദൈവം അദ്ദേഹത്തോട് പറയുകയാണ്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞതാണ്. നീ ഗർഭപാത്രത്തിന് പുറത്തു വന്നതിന് മുമ്പേ തന്നെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനാക്കി വെച്ചിരിക്കുന്നു. ഇത്ര വ്യക്തമായ രീതിയിലാണ് ദൈവം പുരോഹിതന്മാരോട് സംസാരിക്കുന്നത്. സ്വന്തം മാതാവിന്റെ ഗർഭപാത്രത്തിൽ സൈഗോട്ടായി രൂപപ്പെട്ട നിമിഷം മുതൽ സ്വർഗത്തിലെ ദൈവം എന്നെ അറിഞ്ഞതാണ്. എന്നെ അമ്മയുടെ ഗർഭപാത്രത്തിന് പുറത്തു വരുന്നതിന് മുമ്പേ ഒരു വേർതിരിച്ചതാണ്. ഈ ഒരു ബോധ്യമാണ് പുരോഹിതന്മാർക്ക് ഉണ്ടാകുന്നത്. പൗലോസ് അപ്പോസ്തലൻ അതേക്കുറിച്ച് പറയുക, ഗലാത്യ ലേഖനം 1:15, ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. എന്റെ ജനനം മുതലേ
എന്നെ വിളിച്ചു വേർതിരിച്ച എന്റെ ദൈവം, വിശുദ്ധീകരിച്ച ദൈവം എന്ന് അദ്ദേഹം അവിടെ പറയുക. നോക്കുക, നാമൊക്കെ ശൗല പൗലോസായി മാറിയ ശേഷമാ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച ദൈവം ശൗലിനെ വിളിക്കുന്നത് എന്നാ പഠിച്ചിട്ടുള്ളത്, മനസ്സിലാക്കി. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ വളർച്ച പ്രാപിച്ച ശേഷം എഴുതി വെക്കുകയാണ്, എനിക്ക് വിളി കിട്ടിയത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചല്ല. യഥാർത്ഥത്തിൽ എന്റെ ദൈവം ഈ സത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ വലിയ മഹത്വത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ വിളിച്ചു വേർതിരിച്ചതാണ്. ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ പുരോഹിതന്മാരെ വിളിച്ച് വേർതിരിക്കുന്നത് എന്നത് പ്രിയമുള്ളവരെ വിളിക്കിട്ടിയ ദൈവമക്കൾ അറിയേണ്ടതുണ്ട്. വിളിച്ചത് ദൈവമാണ്. അവനാണ് ഗർഭവത്തിൽ വെച്ച് വേർതിരിച്ചത്. വളർത്തി വലുതാക്കുന്നതും ആരാണ്? ശുശ്രൂഷ മേഖലയിൽ, പൗരോഹിത്യ പദവിയിൽ നമ്മളെ വളർത്തുന്നതും വലുതാക്കുന്നതും ആരാണ്? നാം പലരും പറയാം എൻ്റെ ഡിഗ്രിയാണ്, എൻ്റെ കഴിവാണ്, ഞാനാ ചെയ്തു. ഇല്ല സഹോദരങ്ങളെ, തെറ്റിട്ട് സുറിയാനി സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും അവസാനം മൊറിയാക്കോബ് സ്ലീഹ ഇങ്ങനെ എഴുതി വെച്ചു. മൊറിയാക്കോബ് പ്രിയ സഹോദരങ്ങളെ സഭാപിതാവായ അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്, വാത്സല്യത്താൽ പരിശുദ്ധാത്മാവാം ദൈവത്താൽ വളർത്തപ്പെട്ടവനായി തന്നുടെ നാവതിലെന്നും ദൈവത്തിൻ ഭവനത്തിൻ താക്കോൽ എന്തൊന്നവനാം പട്ടക്കാരാ വന്നിടുക സമാധാനത്താലേ. വാത്സല്യത്താൽ പരിശുദ്ധാത്മാവാം ദൈവത്താൽ വളർത്തപ്പെട്ടവനാണ് പുരോഹിതൻ, ഒരു പട്ടക്കാരൻ. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ രംഗങ്ങളിലൂടെ, വീട്ടിലെ സാഹചര്യത്തിലൂടെ, ഗുരുക്കന്മാരിലൂടെ, സഹോദരങ്ങളിലൂടെ, കൂട്ടുകാരിലൂടെ, സെമിനാരി ലൈഫിലൂടെ, അത് തന്നെക്കാൾ മുതിർന്നവരായ വൈദികരിലൂടെ, തന്നെക്കാൾ മാതൃകാ പുരുഷന്മാരായിരിക്കുന്നവരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പുരോഹിതന്റെ വ്യക്തിത്വത്തെ വളർത്തി വലുതാക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ആ സത്യം നാം തിരിച്ചറിയുമ്പോൾ നമുക്ക് വിനയമുണ്ട്. ദൈവമാണ് ഗർഭപാത്രത്തിൽ വെച്ച് എന്നെ വിളിച്ചു വേർതിരിച്ചത്. ഇനി പ്രിയ സഹോദരങ്ങളെ, 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കണമേ. കർത്താവാണ് എന്നെ വിളിച്ചു. ഡിവൈൻ കോളിംഗ്, ഡിവൈൻ ഗിഫ്റ്റ് ആൻഡ് ഡിവൈൻ സെലക്ഷൻ. 3 വാക്കുകൾ നമ്മുടെ മനസ്സിൽ ചേർന്ന് നിൽക്കട്ടെ. ഇനി മറ്റു ചില കാര്യങ്ങൾ പിന്നാലെ നാം പഠിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് വേണ്ട നല്ല ഗൈഡൻസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് തലകൾ ഉണക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ശാന്തമായ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നല്ല ചിന്തകൾക്കും വിശുദ്ധ പൗരോഹിത്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള നല്ല ആലോചനകൾക്കുമായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ വ്യക്തിപരമായി വിളിച്ചു വേർതിരിച്ചതാണ്. വിളിയുടെ മഹത്വവും എന്താണെന്ന് സ്വയം മനസ്സിലാക്കി ഞങ്ങൾക്ക് മാറുവാനും വിളി ലഭിച്ചവരോടുള്ള പ്രതികരണം മാറ്റുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഇത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ഒരു ദാനമാണെന്നും കർത്താവ് നീയാണ് ഗർഭപാത്രത്തിൽ വെച്ച് ഒരു കുഞ്ഞിനെ വിളിച്ച് വേർതിരിക്കുന്നതെന്നും വളർത്തി വലുതാക്കുന്നത് ഞങ്ങളുടെ പരിശുദ്ധാത്മാവാണെന്നും ഞങ്ങൾ പൂർണ്ണമായി പഠിച്ച് ജീവിതത്തിലെ മാറ്റം വരുത്തുവാൻ ഞങ്ങളെ തുടർന്ന് സഹായിക്കണമേ. താവേ, പൗരോഹിത്യ പദവിയിലൂടെ ശുശ്രൂഷകളിലൂടെ സഭയിലെ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടുവാൻ, സഭയ്ക്ക് ആത്മീക നവോത്ഥാനം ഉണ്ടാകുവാൻ ഈ കാലങ്ങളിൽ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം. പരിശുദ്ധ അമ്മയുടെയും ഞങ്ങളുടെ കാൽപിതാക്കന്മാരുടെയും പ്രാർത്ഥനയെ ഞങ്ങൾ അപ്പപ്പെടുന്നു. സർവ്വ ഞങ്ങൾക്ക് ആജീവൻ തന്ന യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.